എന്താ സാർ? ആരെങ്കിലും വിളിച്ചിരുന്നോ? ഇല്ല. ആ, രണ്ടുപേര് വന്നിരുന്നു. പത്രക്കാരാ. സാർ, 2 കത്തുണ്ടായിരുന്നു. ഊണ് വിളമ്പട്ടെ? വേണ്ട, ഞാൻ പുറത്തു കഴിച്ചു. പ്രിയപ്പെട്ട വിശ്വനാഥ, ഇനി കട്ടിലിൽ നിന്നും എഴുന്നേൽക്കുമെന്ന് തോന്നുന്നില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നുന്നു. തോമാച്ചന് വലിയ തിരക്കായിരിക്കും അല്ലേ? വേണ്ട, അവനെ ബുദ്ധിമുട്ടിക്കല്ല. മറ്റു തിരക്കൊന്നുമില്ലെങ്കിൽ നീ ഇവിടെ വരെ ഒന്ന് വരണം. സ്നേഹപൂർവ്വം, കൃഷ്ണൻ നമ്പ്യാർ. ഞാൻ വെറുതെ പറയല്ല, ഈസ് റിയലി സ്മാർട്ട്. He does everything. ഞാനിപ്പോ പരിചയപ്പെടുത്തി തരാം. വിശ്വനാഥ സാറെ, ക്ലൈമാക്സ് കലക്കണം കേട്ടോ, നന്നായി. വിശ്വനാഥ, ഞാനിപ്പോ പറയാം. ഇവനായിരിക്കും അടുത്ത വർഷം മലയാള സിനിമയുടെ സൂപ്പർ ഡയറക്ടർ. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ, എന്റെ വലങ്കൈ, മിസ്റ്റർ വിശ്വനാഥൻ. തോമാച്ച, എന്നെ വിളിച്ചോ? ഇങ്ങോട്ട് വാടാ. ഇതാണ് മിസ്റ്റർ തോമസ് ജോൺ. തോമാച്ചന് ഞാൻ വിളിക്കും. ഇവനാണ് ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ. ഇവരുടെ ആദ്യത്തെ സംരംഭമാണ്. നിങ്ങൾ പത്രക്കാർ വേണം വേണ്ട പബ്ലിസിറ്റി ഒക്കെ കൊടുക്കാൻ. എന്റെ പടത്തിന് കൊടുക്കുന്നതിനേക്കാൾ വളരെ കൂടുതൽ പബ്ലിസിറ്റി വേണം. ഷോട്ട് റെഡി സാർ. ചെല്ലു വിശ്വ. സാറ് തന്നെ ആദ്യത്തെ ഷോട്ട് എടുക്കണം. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. വേണ്ട വിശ്വ, ഞാൻ നിൽക്കുമ്പം നീ തന്നെ വേണം ആദ്യത്തെ ഷോട്ടിന് സ്റ്റാർട്ട് പറയാം. അത് കഴിഞ്ഞ് ഞാൻ പോവും. അല്ലെങ്കിൽ ഇവര് പത്രക്കാരെ എഴുതി പിടിപ്പിക്കും നീയല്ല ഞാനായി ഇത് സംവിധാനം ചെയ്തതെന്ന്. നന്നായി വരട്ടെ. ചെല്ലു. സാറ് തന്നെ ആദ്യത്തെ ക്ലാപ്പെങ്കിലും കൊടുക്കണം. ഓ, ആട്ടെ. സാർ, ഇപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്ന സീനിനെ പറ്റിയാണെന്ന് പറയാം. സാറിന്റെ വൈഫ് മരിച്ചിരിക്കാം. സാർ ആകെപ്പാടെ എന്താ അസ്വസ്ഥനാണ്. അങ്ങനെ വിഷമിച്ചിട്ട് പതുക്കെ സാർ സിഗരറ്റ് മരിച്ചിട്ട് അങ്ങോട്ട് നടക്കും. അവിടെ ചെന്നിട്ട് സാർ തിരിയുമ്പോൾ സാറിന് ക്യാമറ ടൈറ്റ് പിടിക്കുന്നു. എടുക്കാം. സാർ എടുക്കാം. സാർ ക്യാമറ ആക്ഷൻ. ട്രോളി. ഓക്കെ, ഗുഡ് സർ. എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നുന്നു. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഡോക്ടർ എന്ത് പറഞ്ഞു? ഓ, അവരങ്ങനെ പലതും പറയും. നീ ഇത് എത്ര കാലത്തേക്കെന്നും കരുതിയോ ഒന്നും ചെയ്യാതിരിക്കുന്നു? കഴിഞ്ഞതൊക്കെ മറന്നുകള വിശ്വ.
ഇന്നും നിന്റെ ഒരു പുതിയ പടം കാണാൻ ആളുകൾ എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്നറിയാമോ? സിനിമാക്കാരന്റെ ഒക്കെ ജീവിതം ഒരു ഗ്ലാമറിന്റെ പുറത്താ, എത്ര കഴിവുള്ളവനാണെങ്കിലും. എന്ത് ചെയ്യുമ്പോഴും നാളെക്കുറിച്ചൊരു ഓർമ്മ വേണം. എന്നെ പോലെ ആവരുത്. എന്നാ നീ ഇനി പോയിക്കോ, ഇരുട്ടുന്നതിന് മുമ്പ് അങ്ങ് എത്താമല്ലോ. നല്ലത് വരട്ടെ. ഞാൻ ഇറങ്ങാണ് ചേച്ചി. കാപ്പി കുടിക്കാതെയോ? കാപ്പി കുടിച്ചിട്ട് പോയാ മതി. ഒന്നും വേണ്ട. വാസനയുടെ ജോലിക്കാരും വല്ലതായോ? അപേക്ഷ അയക്കലും ഇന്റർവ്യൂ ഒക്കെ മുറയ്ക്ക് നടക്കുന്നു. കൃഷ്ണൻകുട്ടി അവിടെ പോയി? അവന്റെ കാര്യം ഓർക്കുമ്പോഴാ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇന്നേക്ക് 3 നാളായി. ഒക്കെ ശരിയാവും ചേച്ചി. ഇരിക്കട്ടെ. വേണ്ട വിശ്വ, നീ വരുമ്പോഴൊക്കെ ഇങ്ങനെ നിനക്കും ബുദ്ധിമുട്ടാണെന്നറിയാം. അതൊന്നും സാരമില്ല. സാറിന് ചികിത്സയ്ക്ക് ഒരു മുടക്കം വരത്തില്ല. പിന്നെ കൃഷ്ണൻകുട്ടി വരുമ്പോ എന്നെ വന്നൊന്ന് കാണാൻ പറയും. ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ മതി. പറയാ. വരട്ടെ. ആ. നീ എന്താ വിശ്വ ഇങ്ങനെ മൂഡ് ഔട്ടായിരിക്കുന്നത്? ഒന്നുമില്ല. തോമാച്ച, താനാ നമ്പ്യാർ സാറിന് കാര്യമായിട്ടൊന്ന് സഹായിക്കണം. ഈ കാര്യമായിട്ട് സഹായിക്കണം എന്ന് പറഞ്ഞാല് ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് സഹായിക്കാനാ? ഞാൻ അല്പ പരിങ്ങല്ല. തനിക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട്? ഇത് നല്ല ചോദ്യം. നീ സംവിധാനം നിർത്തിയ പിന്നെ ഞാൻ എടുത്ത പടങ്ങളെല്ലാം പൊളിവ. ഞാൻ തന്റെ ബാനറിൽ സംവിധാനം ചെയ്ത 10 സിനിമകൾ തനിക്ക് ലക്ഷക്കണക്കിന് രൂപ ലാഭം ഉണ്ടാക്കി തന്നിട്ടില്ലേ? അതിൽ നിന്ന് ഒരു 50,000 രൂപ നമ്മളെ തൊഴിൽ പഠിപ്പിച്ച ഗുരുവിന് കൊടുത്താൽ എന്താ? അത് ശരി. ഞാൻ ഏതാണ്ട് ലക്ഷവും കോടിയും ഒക്കെ വാരിക്കൂട്ടിയെന്നാ നിന്റെ വിചാരം. ലാഭം ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. ലാഭത്തിന്റെ ഇരട്ടിയല്ലേ ചെലവ്. ഓരോ പടത്തിന് 8ഉം 10ഉം ലക്ഷം രൂപയാ ചെലവ് പബ്ലിസിറ്റിക്ക് വേണ്ടി. അതിന്റെയൊക്കെ കുറെ ഗുണം നിനക്കും കിട്ടിയിട്ടുണ്ട്. ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ എന്റെ പേരിൽ ഒരു 50,000 രൂപ നമ്പ്യാർ സാറിന് അയച്ചു കൊടുക്കും. താൻ എനിക്ക് കടം തന്നാണെന്ന് വിചാരിച്ചാൽ മതി. കടമെന്നൊക്കെ പറയുമ്പോ എന്തെങ്കിലുമൊക്കെ തിരിച്ചു തരണമെന്നാണല്ലോ അതിന്റെ അർത്ഥം. നീ എവിടെ നിന്ന് തിരിച്ചു തരാനാ? ഞാൻ വരട്ടെ. നീ അവിടെ ഇരി വിശ്വ. ഞാൻ നീ പിണങ്ങാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ ഒരു 50,000 രൂപ അയച്ചു കൊടുത്തു എന്ന് വെച്ചോ. അതുകൊണ്ട് അങ്ങേരുടെ കടം തീരുമോ? മോളുടെ കല്യാണം നടക്കുമോ? അതല്ലെങ്കിൽ ഇനിയും അങ്ങേര് 2 കാലം എഴുന്നേറ്റ് ഓടി നടക്കുമോ? ഇല്ലല്ലോ. മിനിമം ഒരു 5 ലക്ഷം രൂപയെങ്കിലും വേണം ആ കുടുംബം കരകയറാൻ. നീ വിചാരിച്ചാൽ ആ കുടുംബം രക്ഷപ്പെടും. എങ്ങനെ? നമ്പ്യാർ സാർ ഒരു പടം നിർമ്മിക്കട്ടെ. അങ്ങേരൊന്നും അറിയണ്ട, ഒറ്റ കാശും മുടക്കണ്ട, ഒക്കെ ഞാൻ ചെയ്തോളാം. വിതരണം മാത്രം എനിക്ക് തന്നാൽ മതി. പക്ഷേ ഒരു കണ്ടീഷൻ, നീ സ്ക്രിപ്റ്റ് എഴുതണം, നീ തന്നെ സംവിധാനവും ചെയ്യണം. എന്താ ബുദ്ധിമുട്ടാണല്ലേ? ഇത് പണ്ട് എന്റെ അമ്മ പറഞ്ഞതുപോലെയാ, ആരാന്റെ പന്തലിൽ വേണം വിളമ്പ് കാണാനെന്ന്. ബാക്കിയുള്ളവനിവിടെ തല പോഞ്ഞും പിടിച്ചു പറിച്ചും തിരുമ്മി വെച്ചിരിക്കുന്ന 10 കാശെടുത്ത് നാട്ടുകാർക്ക് സപ്ലൈ ചെയ്യണം പോലും. തോമാച്ച, ഈ തനിക്ക് മേലനങ്ങാൻ വയ്യ. എന്നിട്ട് അതിനൊരു സെന്റിമെന്റ്സിന്റെ മറയും. ഭാര്യ മരിച്ചതിൽ പിന്നെ എന്റെ ഭാവനയെല്ലാം മുരടിച്ചുപോയി. എഴുതാൻ വയ്യ, നിർത്തോ. സംവിധാനം ചെയ്യാൻ വയ്യ. നിർത്താൻ